ഇന്നൊരു ഓഫ് ഡേ ആണ്. അപ്പോൾ രാവിലെ തന്നെ നല്ല അടിപൊളി വെള്ളയപ്പവും മുട്ടക്കുറുമയും പിന്നെ ചൂട് ചായയും കുടിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങി. ഓഫ് ഡേയ്സ് എല്ലാം മാക്സിമം നല്ല രീതിയിൽ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ ഞങ്ങൾ നോക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം നല്ല ബീഫ് ഇത്തിരി ചാറോടക്കനെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ബീഫ് ഒരു ഗ്രേവി പോലെ, പിന്നെ നല്ല മാങ്ങ ഇട്ട് വെച്ച സീബാസ് മീനിൻ്റെ കറിയും, പിന്നെ ആ കുറച്ച് ബീഫ് എടുത്തിട്ട് ഈ കാഷ്നട്ടൊക്കെ ഇട്ടിട്ട് ഇത്തിരി റോസ്റ്റ് ആക്കിയിട്ട് എടുത്തു കേട്ടോ. അങ്ങനെ കുക്കിംഗ് കഴിഞ്ഞു. അപ്പോൾ ഈവനിങ് ആയപ്പോൾ മിതേഷേട്ടൻ പറഞ്ഞേ നമുക്കൊന്ന് പുറത്തൊക്കെ പോയിട്ട് വരാം, കാരണം നല്ല ക്ലൈമറ്റാണ്. ഇന്നാണെങ്കിൽ മിതേഷേട്ടന് ഇവിടെ ക്രിക്കറ്റ് പ്രാക്ടീസും ഇല്ല. അപ്പോൾ ഞങ്ങളൊന്ന് വെറുതെ നടക്കാൻ ഇറങ്ങി കേട്ടോ. സാധാരണ ഇവിടെ അടുത്തുള്ള ഒരു മൂർ പാർക്ക് എന്ന് പറയുന്ന പാർക്കിലേക്കാണ് ഞങ്ങൾ പോവാറ്. പക്ഷേ ഇന്ന് എന്താണാവോ മിതേഷേട്ടൻ പറഞ്ഞു നമുക്ക് ഹസലാം പാർക്ക്, ഇവിടെ അടുത്തുള്ളൊരു പാർക്കാണ്. അപ്പോൾ ആ പാർക്കിലേക്ക്, അതായത് കാറിലൊരു 10 minutes ഡ്രൈവ് ഉണ്ടാവും. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ ആദ്യമായിട്ടാണ് ഈ പാർക്കിലേക്ക് പോണത് കേട്ടോ. ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ ഈ പാർക്ക്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ആ പാർക്കിൻ്റെ ഉള്ളിലൊരു ലേക്ക് പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുള്ളിൽ കണ്ടോ, ഇത് അരയന്നാണോ വാത്തയാണോ, അരയന്നാന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റായിട്ടോ അറിയില്ല. അപ്പോൾ അതിനെ കണ്ടു. മിതേഷേട്ടാ എന്നെ അടുത്ത് കളിക്കാൻ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വെച്ച് ഇപ്പോൾ കൊത്ത് കിട്ടുന്നു. കുറച്ച് നേരം അങ്ങനെ അരയന്നങ്ങളുടെ ഒക്കെ ഒപ്പം കളിച്ച് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ ഞങ്ങളെടുത്ത്, പിന്നെ അവിടെ നിന്ന് മിതേഷേട്ടൻ പറഞ്ഞ് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് നടന്ന് നോക്കാമെന്നൊക്കെ പറഞ്ഞ് വീണ്ടും കുറച്ച് നടന്നു കേട്ടോ. അപ്പോൾ ഒരു കുഞ്ഞ് പാലവും അതിൻ്റെ താഴെ കുഞ്ഞൊരു തോട് പോലെയൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നോക്കിയപ്പോൾ ഈ ഇംഗ്ലീഷുകാർ പിള്ളേരുണ്ടല്ലോ, സ്കൂൾ വിട്ടിട്ട് വന്ന് അവർ ആ വെള്ളത്തിൽ നല്ല കളിയാണ് കേട്ടോ. വെള്ളത്തിൽ മണ്ണിലൊക്കെ ഇങ്ങനെ കളിച്ച് രസിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ നമ്മുടെ നാട്ടിൽ ഈ എക്സാമൊക്കെ കഴിഞ്ഞ് ലാസ്റ്റത്തെ ദിവസം സ്കൂൾ വിട്ട് വരുമ്പോൾ ഇങ്ങനെയാണല്ലോ, അതൊക്കെ ഓർമ്മ വന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ നോക്കി നിന്ന് കുറച്ച് ഓർമ്മകളൊക്കെ ഇങ്ങനെ അയവിറക്കിയതിന് ശേഷം നമ്മൾ അടുത്ത സ്പോട്ടിലെത്തി കേട്ടോ. ഇന്നിപ്പോൾ ഈ പാർക്കിലേക്ക് വരാനുള്ള കാരണം എനിക്ക് ഇവിടെ എത്തിയപ്പോഴാണ് കേട്ടോ എനിക്ക് മനസ്സിലായത്. എൻ്റെ മിതേഷേട്ടൻ്റെ ഏറ്റവും വലിയ പാഷൻ എന്ന് പറയുന്നത് ഈ ക്രിക്കറ്റ് കളിയാണ് കേട്ടോ. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ സ്പ്രിങ് ആൻഡ് സമ്മറൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മിതേഷേട്ടനെ സത്യം പറഞ്ഞാൽ കാണാൻ പോലും കിട്ടാറില്ല, കാരണം ഫുൾ ബിസി ആയിരിക്കും. സത്യം പറഞ്ഞാൽ എനിക്ക് ക്രിക്കറ്റ് കളിയോട് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ അത് കാരണം ഇവിടെ വന്നിട്ടൊരു ഗുണം ഉണ്ടായത്, ഞങ്ങൾക്ക് നല്ലൊരു ഫാമിലി കിട്ടി. ഇവരുടെ ക്രിക്കറ്റ് കളിക്കണ മെയിൻ സ്ഥലം നമ്മളുടെ മൂർ പാർക്കാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ വന്നിട്ട് ഈ പിച്ച് കണ്ടപ്പോൾ മിതേഷേട്ടന് ഭയങ്കര സങ്കടം. അത് പുല്ലൊക്കെ വന്ന് ആരും കളിക്കാതെ എടുക്കുകയാണേ. പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോയിട്ടോ. പിന്നെ ഇത് സ്പെഷ്യലായിട്ട് ഞങ്ങളുടെ ഫ്രണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന നല്ല ചിക്കൻ മന്തിയും കഴിച്ച് രാത്രിയായപ്പോൾ കുറച്ച് ഫ്രൂട്ട്സും പിന്നെ സിനിമയൊക്കെ കണ്ട് കിടന്നു. പിന്നെ ആരെങ്കിലും ആദ്യമായിട്ട് ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.